DRS മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഡൽഹിയും അതുപോലെ രാജസ്ഥാനും തമ്മിലുള്ള മത്സരത്തിന്റെ റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ കൈക്കുള്ളിലായിരുന്ന മത്സരം അല്ലേ, നമ്മുടെ കൈയുടെ ഉള്ളിൽ ഭദ്രമായിട്ടിരുന്ന മത്സരമായിരുന്നു. രാജസ്ഥാന്റെ കൈയുടെ ഉള്ളിൽ ഭദ്രമായിട്ടിരുന്ന ഒരു മത്സരമായിരുന്നു. അവിടെ അവസാനം ഈ പറയുന്ന പോലെ ഒരു 16 ഓവർ വരെ രാജസ്ഥാന്റെ ചേസിങ്ങില് 16 ഓവർ വരെയും രാജസ്ഥാന്റെ ദേവി ഉള്ളം കരത്തിലായിരുന്നു. ഇവിടെ ആയിരുന്നു ആ കളി ഇരുന്നത്. പക്ഷെ അവസാനത്തെ ഓവറുകളിൽ ഡൽഹി പെയ്യെ വിരലുകളൊക്കെ ഒന്ന് തുറന്ന് ആ വിജയം സേഫായിട്ട് മാസായിട്ട് വന്ന് എടുത്തുകൊണ്ട് അങ്ങ് പോയി എന്ന് വേണം പറയാനായിട്ട്. കാരണം അത്രയും നല്ലൊരു കളി ഇങ്ങനെ അവസാനത്തുകൊണ്ട് കലമുടച്ച് കളയാൻ എങ്ങനെ രാജസ്ഥാൻ റോയൽസിന് കഴിയുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അതിന് പ്രത്യേകം ട്രെയിനിങ് എടുത്തതുപോലെയായിരുന്നു അവരുടെ ഒരു പ്രകടനങ്ങളെല്ലാം. കാരണം കുറച്ച് സമയം കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഈ പറഞ്ഞ മിസ്റ്റേക്കുകൾ രാജസ്ഥാനിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ഓവറിലോട്ട് പോകാത്തൊരു മത്സരമായിരുന്നു, അല്ലെങ്കിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അതിന് മുമ്പ് തന്നെ രാജസ്ഥാനെ ജയിക്കാമായിരുന്നു. ഇപ്പം അവസാനത്തെ 2 ബോളിൽ 3 റൺസ് മതിയായിരുന്നു. അവിടെ വരെ ഏകദേശം പിന്നെയും പോട്ടെ, ഈ പറയുന്ന പോലെ 188 ചേസ് ചെയ്ത ആ ഒരു സെക്കൻഡ് ഇന്നിങ്സിലും 16 ഓവർ വരെ നല്ല രീതിയിൽ വരികയും, ഒന്ന് ഓർക്കണം 4 വിക്കറ്റ് വരെ പോയിട്ട് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ 16 ഓവർ വരെയും നല്ല രീതിയിൽ തന്നെ പോകുകയും അതിനുശേഷമുള്ള ഓവറുകളിൽ റൺസ് കണ്ടെത്താൻ അത് ശരിക്കും പറഞ്ഞാൽ ഡൽഹിയുടെ ബോളേഴ്സിനെ ശരിക്കും പറഞ്ഞാൽ അഭിനന്ദിക്കണം. അവർ മികച്ച രീതിയിലാണ് ആ ഡെത്ത് ഓവറുകൾ കൈകാര്യം ചെയ്തതും. പക്ഷെ രാജസ്ഥാന് ആ ഡെത്ത് ഓവറുകളിൽ കാലിടറി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ പറയുന്ന അവസാനത്തെ ഈ പറയുന്ന പോലെ 2 ഓവറിൽ 23 റൺസോളം മതിയായിരുന്നു. പക്ഷെ അവിടെ അവർക്ക് അത് എടുക്കാൻ കഴിഞ്ഞില്ല. വിക്കറ്റുകൾ ബാക്കി നിൽപ്പുണ്ട്. അതുപോലെ തന്നെ അവസാന ഓവറിൽ ഈ 19ാമത്തെ ഓവർ അവർ പിന്നെയും കളിച്ചെങ്കിലും അവസാനത്തെ ഓവറിൽ 9 റൺസ് മതിയായിരുന്നു. ഈ 9 റൺസ് എടുക്കുന്നതിൽ ഈ പറയുന്ന അവിടെ വരെയും പിന്നെയും നമുക്ക് എങ്ങനെയായാലും ഓക്കെ അവർ പൊക്കോട്ടെ, അല്ലെങ്കിൽ മിസ്റ്റേക്കുകളൊക്കെ വരാം, സ്വാഭാവികമാണ്, വിടാന്നൊക്കെ പറയാം. പക്ഷെ 2 ബോളിൽ 3 റൺസ് വേണമെന്നിരിക്കെ, നിങ്ങളെ ആ വീഡിയോ കൂടെ ഇതിനകത്ത് കാണിക്കാം, 2 ബോളിൽ 3 റൺസ് വേണമെന്നിരിക്കെ ഹെറ്റ്മേർ സ്ട്രൈക്ക് ചെയ്ത ഈ ബോൾ, ഈ 5ാമത്തെ ബോൾ 2 റൺ ഓടാമായിരുന്നു. കാരണം ഓൾറെഡി ഹെറ്റ്മേർ ഇവിടെ വന്നിട്ട് തിരിച്ചോടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തിരുവഞ്ചൂറിൽ അവിടെ നിന്ന് നോ പറയുന്നത്. കാരണം ആ ത്രോ പോയത് നേരെ കീപ്പറിന്റെ എൻഡിലോട്ട് തന്നെയാണ്. പക്ഷെ കീപ്പറിൽ ആ ഒരു സ്റ്റമ്പിന്റെ അവിടെ നിന്ന് ഒത്തിരി ദൂരത്തിലേക്കാണ് ആ ഒരു ഈ പറയുന്ന ബോൾ ത്രോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം സ്റ്റമ്പിന്റെ അവിടെ നിന്ന് ഒത്തിരി അകലെ മാറിയിട്ടാണ് KL രാഹുൽ ആ പന്ത് പിടിക്കുന്നത്. അപ്പം ഹെറ്റ്മേർ സുഖമായിട്ട് അവിടെ ഓടിച്ചല്ല വരുന്നത്. പക്ഷെ അത് ധ്രുവജൂറിൽ നോ പറയുകയായിരുന്നു. അങ്ങനെ ആ ഒരു റൺ ഓടിയായിരുന്നെങ്കിൽ അവസാനം 1 ബോളിൽ 1 റൺസ് മതിയായിരുന്നു അവർക്ക്. കാരണം അവിടെ ഒരു ചാൻസ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എന്തായാലും ഇപ്പുറത്ത് ത്രോ ആണ്, ധ്രുവജൂറിൽ ഔട്ട് ആവുകയാണെങ്കിലും അപ്പുറത്ത് എന്തായാലും കിട്ടുവാണെങ്കിൽ നമുക്കൊരു റൺസ് നമുക്ക് അങ്ങനെ ഈ പറയുന്ന പോലെ ടൈ പിടിക്കാം. പിന്നെ അവസാനം 1 ബോളിൽ 1 റൺസ് അത് കിട്ടുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ചാൻസ് ആണ് കിട്ടുന്നത്. പക്ഷെ ധ്രുവജൂറിൽ എന്തുകൊണ്ട് അവിടെ അങ്ങനെ ഒരു റിസ്ക് എടുത്തില്ല എന്നുള്ളതാണ്. ധ്രുവജൂറിൽ ഓടി ഇപ്പുറത്ത് വരാം. അത് തന്നെയാണ് രാജസ്ഥാന്റെ കയ്യിൽ നിന്ന് കളി നഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറയും. അപ്പം അങ്ങനെ എന്തായാലും സ്റ്റാർക്ക് മികച്ച രീതിയിൽ തന്നെയാണ് ആ ഓവർ കൈകാര്യം ചെയ്തത്. സൂപ്പർ ഓവറിലും സ്റ്റാർക്ക് തന്നെയായിരുന്നു ബ്രില്യന്റ് ആയിട്ടുള്ള രീതിയിൽ സൂപ്പർ ഓവർ എറിഞ്ഞു. സൂപ്പർ ഓവറിലാണെങ്കിൽ ഒത്തിരി മിസ്റ്റേക്കുകൾ ഈ പറയുന്ന പോലെ രാജസ്ഥാൻ റോയൽസ് കാണിച്ചു. 5 ബോളുകൾ മാത്രമേ ഈ പറയുന്ന പോലെ കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ പറയുന്ന പോലെ ഒരു നോ ബോൾ കിട്ടുകയും ആ ബോൾ ഈ പറയുന്ന വൈഡ് പോവുകയും, വൈഡ് പോയി ബോൾ കീപ്പറിന്റെ കയ്യിൽ ചെല്ലുന്ന ആ ബോള് അനാവശ്യമായിട്ട് റിസ്ക് എടുത്ത് ഓടാൻ ശ്രമിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടാവുകയും അങ്ങനെ ആ ഫ്രീ ഹിറ്റ് ബോളിൽ ഈ പറയുന്ന ഒരു റൺ ഔട്ട് ആക്കുകയും, കാരണം ഫ്രീ ഹിറ്റ് ബോളിൽ ബാക്കി എന്ത് ഔട്ട് ആണെങ്കിലും ഈ പറയുന്ന ഔട്ട് അല്ല, റൺ ഔട്ട് ഒഴികെ ആ സമയത്ത് കറക്റ്റ് റൺ ഔട്ട് തന്നെ അതിൽ കൊണ്ടുപോയി പെടുത്തുകയും ചെയ്തു. അങ്ങനെ 2 റണ്ണൗട്ടുകളാണ്. അടുത്ത പന്തിലും ഇതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഒരു റണ്ണിന് ഓടി ഈ പറയുന്ന പോലെ റൺ ഔട്ട് ആവുകയായിരുന്നു. അനാവശ്യമായിട്ടൊരു 2 ഓടിയിട്ട് ഈ പറയുന്ന റൺ ഔട്ട് ആവുകയായിരുന്നു. അവിടെയും ജയ്സ്വാളിന് തീർച്ചയായിട്ടും ഒന്ന് ഡൈവ് ചെയ്യാമായിരുന്നു, ക്രീസിലോട്ട് നേരത്തെ എത്താൻ ഒന്ന് ഡൈവ് ചെയ്യാമായിരുന്നു. പക്ഷെ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും കുറച്ചൊന്ന് ഉഴപ്പിയ മട്ടിലാണ് ജയ്സ്വാൾ ക്രീസിലോട്ട് ഈ പറഞ്ഞ പോലെ കയറി പോകുന്നത്. പക്ഷെ അതിന് പകരമായിട്ട് ഇപ്പൊ നമുക്കറിയാം സൂപ്പർ ഓവറിൽ ബാറ്റ് ചെയ്യാൻ വന്ന KL രാഹുൽ ആദ്യ ബോളിൽ 2 ആണ് ഓടിയത്. അത് എത്താൻ കുറച്ച് ലേറ്റ് ആകുമെന്ന് മനസ്സിലാക്കിയ KL രാഹുൽ പകുതിക്ക് വെച്ച് ഡൈവ് ചെയ്യുമായിരുന്നു. ഡൈവ് ചെയ്താണ് ക്രീസിലോട്ട് എത്തുന്നത്. അപ്പൊ അതുപോലൊരു എഫേർട്ട്, ഡൂവറുടെ മത്സരമാണല്ലോ, അപ്പൊ അതുപോലൊരു എഫേർട്ട് രാജസ്ഥാൻ ഇവിടെ ജയിച്ചേ പറ്റത്തുള്ളായിരുന്നു, അല്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടിലോട്ട് പോയേനെ. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ ഡൂവറുടെ മത്സരത്തിൽ ഈ പറയുന്ന പോലെ ജയ്സ്വാൾ അവിടെ അങ്ങോട്ടൊരു ചാടാനെങ്കിലും ശ്രമിച്ചിരുന്നെങ്കിൽ അത് ഗുണം ചെയ്തതന്നെ, ഒരുപക്ഷെ ഔട്ട് ആകാതെ രക്ഷപ്പെടാനും കഴിഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എല്ലാ തരത്തിലും ഈ പറയുന്ന അവസാനത്തെ ഈ സൂപ്പർ ഓവറിൽ തന്നെ 2 റണ്ണൗട്ടുകൾ വരികയും 5 ബോൾ, 1 ബോള് ബാക്കി നിൽക്കെ ഈ പറയുന്ന റൺ മീൻസ് ഔട്ടായി പോവുകയും ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയിലോട്ടാണ് രാജസ്ഥാൻ എത്തിയത്. കാരണം ഈ മത്സരം പുരോഗമിക്കും തോറും ഈ പറയുന്ന ഫ്ലോപ്പ് ആകുന്ന രീതിയാണ് രാജസ്ഥാൻ കാണിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് കൃത്യമായിട്ട് തന്നെ
ഈ പറയുന്ന പോലെ KL രാഹുലും സ്റ്റബ്സും അവരെയാണ് ഈ പറയുന്ന പോലെ സൂപ്പർ ഓവറിൽ ബാറ്റ് ചെയ്യാൻ ഇറക്കിയിട്ടുള്ളത്. ആദ്യം 3 ബോൾ ഫേസ് ചെയ്തിട്ടുള്ള, അതായത് 12 റണ്ണ് വേണമെന്നിരിക്കെ ആദ്യം 3 ബോൾ ഫേസ് ചെയ്തിട്ടുള്ള KL രാഹുൽ ഒരു 4 ഉൾപ്പെടെ ഈ പറയുന്ന പോലെ 7 റൺസ് നേടുകയും നാലാമത്തെ ബോൾ സ്ട്രൈക്ക് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ സ്റ്റബ്സ് ആണ്. 3 ബോളിൽ 5 റൺസ് ആണ് വേണ്ടത്. ആ ബോളിൽ ഫസ്റ്റ് ബോളിൽ തന്നെ നേരിടുന്ന ഫസ്റ്റ് ബോളിൽ തന്നെ സ്റ്റബ്സ് 6 അടിച്ച് ഈ പറഞ്ഞ ഡൽഹിയെ വിജയത്തിലോട്ട് എത്തിക്കുകയായിരുന്നു. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇത്രയായിരുന്നു. കൈപ്പിടിയിൽ വന്ന കളി രാജസ്ഥാൻ കെയർലെസ് ആയിട്ട് തന്നെ ഈ പറയുന്ന പോലെ കൊണ്ട് കളയായിരുന്നു. രാജസ്ഥാന്റെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഇതുപോലെ റിട്ടയർഡ് നല്ല രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹം റിട്ടയർഡ് ഹാർട്ടായിട്ടാണ് തിരിച്ചു കയറി പോയത്. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന പോലെ സുഖം പ്രാപിച്ചിട്ട് എത്തട്ടെ എന്ന് നമ്മൾ ഈ പറയുന്ന പോലെ പ്രതീക്ഷിക്കുന്നു, ആശംസിക്കുന്നു. എന്തായാലും നമുക്ക് മറ്റൊരു മത്സരത്തിന്റെ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം.